ഈ മോഡ്യൂളിൽ പ്രധാനമായും പറയുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇതിൽ കുറേയധികം പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അതിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എസ്എ ഭാഗമായിരിക്കും. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി ട്രീറ്റ്മെൻറ്റ്. പിന്നെ 2 മാർക്കും ചോദിക്കാവുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ട്രിക്കിളിംഗ് ഫിൽറ്റേഴ്സ് എന്താണ്, USAB പ്രോസസ്സ് എന്താണ് എന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ആണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രികളിൽ നിന്നും അവരുടെ പ്രോസസ്സ് കഴിഞ്ഞ് ബാക്കി വരുന്ന വെള്ളം, അതിൽ ധാരാളം കണ്ടാമിനേഷൻസ് ഉണ്ടായിരിക്കും. അത് കെമിക്കൽ ഇൻഡസ്ട്രി ആയിരിക്കാം, ഫുഡ് ഇൻഡസ്ട്രി ആയിരിക്കാം, ബീവറേജ് ഇൻഡസ്ട്രി ആയിരിക്കാം, ക്ലോത്ത് ഇൻഡസ്ട്രി ആയിരിക്കാം, ഷൂ പ്രൊഡക്ഷൻ ആയിരിക്കാം, ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ ആയിരിക്കാം. എന്നിരുന്നാലും അത്തരം ഇൻഡസ്ട്രികളിൽ നിന്നും വരുന്ന ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന വെള്ളത്തെ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടറിൻ്റെ ഡിസ്പോസൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വൺസ് എ വാട്ടർ ഹാസ് ബീൻ യൂസ്ഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് വേസ്റ്റ് വാട്ടർ. ഇത് ഇൻഡസ്ട്രിയൽ വാട്ടർ നമ്മുടെ അക്വാട്ടിക് ലൈഫിലേക്ക്, കുളങ്ങളിലേക്കോ തോടുകളിലേക്കോ പുഴകളിലേക്കോ ഒക്കെ ഒഴുക്കി വിടുന്നതിൻ്റെ ഭീകരമായ ഒരു ദൃശ്യമാണ്. 2 തരം ഓക്സിഡേഷനാണ് ഉള്ളത്. ഒന്ന് എയറോബിക് ഓക്സിഡേഷൻ ആൻഡ് രണ്ടാമത്തെ അനഎയറോബിക് ഓക്സിഡേഷൻ. സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഈ രണ്ടിനും വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ സീവേജ് വാട്ടറിലും ഈ 2 തരം ബാക്ടീരിയകളും ഉണ്ട്. അതിൽ എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ലൈറ്റല്ല ഓക്സിജൻ്റെ പ്രസൻസിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളാണ് എയറോബിക് ബാക്ടീരിയ. അതുപോലെ അനേറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആവശ്യമില്ല, മോളിക്കുലർ ഓക്സിജൻ്റെ ആവശ്യമില്ല ഇത്തരം ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി. എന്താണ് എയറോബിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയറോബിക് ട്രീറ്റ്മെൻറ്റിൽ വേസ്റ്റ് വാട്ടറിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നു. ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്ന സമയങ്ങളിൽ പൊല്യൂട്ടൻസ്, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ പൊല്യൂട്ടൻസ് എല്ലാം കണ്ടാമിനേഷൻ, അത് പാർട്ടിക്കിൾസായി മാറിയിട്ട് വലിയ വലിയ പാർട്ടിക്കിൾസായി മാറിയിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത് അത് താഴത്തേക്ക് സെഡിമെൻ്റായിട്ട് അടിയുന്നു. ഇത്തരം പ്രോസസ്സാണ് എയറോബിക് ട്രീറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ ഓക്സിജൻ്റെ ബ്ലോവേഴ്സ്, വലിയ ബ്ലോവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ കൊടുക്കുന്ന ബ്ലോവേഴ്സ്, സപ്ലയർ, കംപ്രസർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ എമൗണ്ട് ഓക്സിജൻ വെള്ളത്തിലൂടെ ബബിൾ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഡിസോൾവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സെഡിമെൻ്റായിട്ട് താഴത്തേക്ക് അടിയുന്നത്. അനേറോബിക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിക് കണ്ടാമിനൻസിലെ ഓക്സിജൻ്റെ ആബ്സെൻസിൽ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ അനറോബിക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേജസ്. 2 സ്റ്റേജുകളുണ്ട് അതിന്. ഒന്ന് അസിഡിഫിക്കേഷൻ ഫേസ്, അതിനുശേഷം ഒരു മീഥെയ്ൻ പ്രൊഡക്ഷൻ ഫേസ്, വിത്ത് ബോത്ത് പ്രോസസ് ഒക്കറിങ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം. In the initial acid forming phase, anaerobic break down complex organic compounds into simpler short chain volatile organic acids ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ അനേറോബിക് ബാക്ടീരിയകൾ ഇത്തരം ഡിസോൾഡ് ആയിട്ടുള്ള ഓർഗാനിക് വസ്തുക്കളെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ മോളിക്യൂൾസും ഗ്യാസുകളൊക്കെ ആക്കി മാറ്റും. സെക്കൻഡ് ഫേസായ മീഥേൻ പ്രൊഡക്ഷൻ ഫേസിൽ അത് തന്നെ 2 രീതിയിലുണ്ട്, 2 സ്റ്റെപ്പുകളുണ്ട്. അസറ്റോജനസിസ് ആൻഡ് മെഥനോജനസിസ്. അസറ്റോജനസിസിൽ നമ്മൾ ഇവിടെ അനേറോബ് ബാക്ടീരിയകൾ ഓർഗാനിക് ആസിഡ് സിന്തസിസ് ചെയ്യുന്നു. അത് അസറ്റേറ്റ്, ഹൈഡ്രജനിക് ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് എല്ലാം തന്നെ സിന്തസിസ് ചെയ്യുന്നു. മെഥനോജനസിസിലാണെങ്കിൽ the anaerobic microorganisms then act upon these newly formed molecules to form methane. ഇങ്ങനെ ഉണ്ടായ പുതിയ പുതിയ മോളിക്യൂൾസിൽ വീണ്ടും പ്രവർത്തിച്ച് മീഥേൻ ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് സെഡിമെൻ്റ് എന്ന് പറഞ്ഞത്? സെഡിമെൻ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ മട്ട് ഊറുക അല്ലെങ്കിൽ ഇങ്ങനെ ചെളിയൊക്കെ താഴെ അടിയുക എന്ന ഒരു അർത്ഥമാണുള്ളത്. സോ സെഡിമെൻറ്റേഷൻ നമ്മൾ ചെളിവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് അതിൽ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ, ഭാരമുള്ള വസ്തുക്കളെല്ലാം തന്നെ താഴേക്ക് സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ പറയുന്ന പേരാണ് സെഡിമെൻറ്റ്. സോ സെഡിമെൻറ്റേഷൻ ഈസ് എ മെത്തേഡ് ഫോർ ഗെറ്റിംഗ് റിഡ് ഓഫ് സോളിഡ്സ് ഇൻ ദ വാട്ടർ ദാറ്റ് ഫ്ലോട്ട്സ് ആൻഡ് സെറ്റിൽ. ലാർജർ particulates are removed from the process using sedimentation tank. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ധാരാളമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്.
ഇവിടെ താഴെ അടിയുന്ന വസ്തുക്കൾ ആ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. ഭാരം കൂടിയ വസ്തുക്കളൊക്കെ വേഗം സെറ്റിൽ ചെയ്ത് സെഡിമെൻ്റായിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെള്ളം അതിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അതേ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്ന ചില പാർട്ടിക്കിൾസ് വെള്ളത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ സെഡിമെൻറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തെ, അതിന് മുകളിലെ വെള്ളത്തെ നമ്മൾ നീക്കം ചെയ്യുന്നു, വീണ്ടും ആ വെള്ളം കുറേ കാലം വെക്കുന്നു, വീണ്ടും അതിൽ സെഡിമെൻ്റ് ഉണ്ടാകുന്നു. അങ്ങനെ മാക്സിമം പാർട്ടിക്കിൾസ് സെറ്റിലാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പ്രിൻസിപ്പിൾസ് ഓഫ് സെഡിമെൻറ്റേഷൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വേഗം സെറ്റിൽ ചെയ്യും, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി വെൻ ദ എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് പാർട്ടിക്കിൾ ഇസ് ലോ, സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസ് കുറവാണെങ്കിൽ ദ പാർട്ടിക്കിൾ സെറ്റിൽ വിത്ത് ലിറ്റിൽ ഇൻഫ്ലുവൻസ് ഫ്രം വൺ അനദർ. അപ്പോൾ തമ്മിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല സെറ്റിൽ ചെയ്യുന്ന പാർട്ടിക്കിൾസിന്, അവയെല്ലാം വേഗം സെറ്റിൽ ചെയ്തു, കാരണം സസ്പെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അഡ്ജസൻറ്റ് പാർട്ടിക്കിൾസ് ഗ്രാജുവലി ഇൻഫ്ലുവൻസ് ഓർ ഹാമ്പർ വൺ അനദേഴ്സ് ബിഹേവിയർ വെൻ പാർട്ടിക്കിൾസ് കോൺസെൻട്രേഷൻ റൈസസ് ഓവർ 1%. അപ്പോൾ 1%നേക്കാൾ കൂടുതൽ പാർട്ടിക്കിൾ കോൺസെൻട്രേഷൻ റൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെറ്റിൽ ചെയ്ത ശേഷം പിന്നെ അത് കുഞ്ഞു പാർട്ടിക്കിൾസിൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ പിന്നെ അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് സെറ്റിൽ ചെയ്യുക. സാധാരണഗതിയിൽ സസ്പെൻഷൻ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, ഒരു 8% കൂടുമ്പോഴാണ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് വലിയ പാർട്ടിക്കിൾസായി മാറി വേഗം സെറ്റിൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ദ ഡിഗ്രി ഓഫ് പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ ഗ്രാജുവലി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് പാർട്ടിക്കിൾ കോൺസെൻട്രേഷൻ. അപ്പോൾ വെള്ളത്തിൽ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് അവയുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടുന്നു. അതോടൊപ്പം തന്നെ ചെറിയ കൊയാഗുലേഷനും പിന്നെ വേഗം സെറ്റിൽമെൻറ്റും നടക്കുകയാണ്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ ഒരു 18%-ലൊക്കെ കൂടുതലാണെങ്കിൽ അവ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് വലിയ പാർട്ടിക്കിൾ ആയി മാറുന്നു. ആ സമയത്ത് ആ പാർട്ടിക്കിൾസിൻ്റെ അപ്പിയറൻസ് തന്നെ ചേഞ്ച് ചെയ്യുന്നു. ദ അപ്പർ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് സസ്പെൻഷൻ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്. നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും, വെള്ളത്തിൻ്റെയും സസ്പെൻഷൻ്റെയും വ്യത്യാസം കറക്റ്റായിട്ട് കാണാൻ പറ്റും. സസ്പെൻഷൻ വളരെ കുറവാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല വെള്ളത്തിൽ എവിടെയാണ് സസ്പെൻഡ്, ഒരു മങ്ങൽ ഉണ്ടാവുന്നില്ലാണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ സസ്പെൻഷൻ എമൗണ്ട് കൂടുന്തോറും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്ത് വെള്ളവും സസ്പെൻഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് 20% ഒക്കെ കൂടുമ്പോൾ, 25% ഒക്കെ കൂടുതലാണെങ്കിൽ വോളിയം ബൈ വോളിയാണ്, കാരണം വെള്ളത്തിൻ്റെ വോളിയം പ്ലസ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ സമയത്ത് അവ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. ബിക്കോസ് നിയർ ബൈ പാർട്ടിക്കിൾസ് കം ഇൻ ടു കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് വൺ അനദർ. ഒന്നിൻ്റെ മുകളിൽ വന്ന് വളരെയധികം കൂടുതൽ ടച്ച് ചെയ്യപ്പെടും. അതുപോലെ അഞ്ചാമത്തെ കാര്യം പറയുന്നത് എന്താണ്? വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂസസ് സസ്പെൻഷൻസ് വിത്ത് കോൺസെൻട്രേഷൻസ് ബിറ്റ്വീൻ 12 and 22% വോളിയം ബൈ വോളിയം ഫോർ ഹിൻഡേർഡ് സെറ്റിലിംഗ്. അപ്പോൾ ഏകദേശം ആ ഒരു 25% ആകുമ്പോൾ തന്നെ പതുക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങും, തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. ദ ഫ്ലോക്ക് ബ്ലാങ്കറ്റ് വിച്ച് ഈസ് എ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഈസ് എ സസ്പെൻഷൻ ഇൻ ദിസ് റേഞ്ച്. സോ ആ സമയത്ത് സസ്പെൻഷൻ എല്ലാം തന്നെ കമ്പൈൻ ചെയ്തൊരു ബെഡ് പോലെ താഴത്തേക്ക് അത് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്താണ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ? കൊയാഗുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. വെള്ളത്തിൽ ഉള്ള ഓർഗാനിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സസ്പെൻഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ റിയേജൻറ്റ് ആഡ് ചെയ്ത് ഈ വസ്തുക്കളെ തമ്മിൽ വേഗം കട്ട പിടിച്ച് തമ്മിൽ ഒട്ടിപ്പിടിച്ച് വലിയ പാർട്ടിക്കിൾസായി മാറിയിട്ട് വേഗം സെറ്റിൽ ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽ ഏജൻറ്റുകളാണ് കൊയാഗുലൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. So coagulation is the chemical water treatment process used to remove solids from water by manipulating electrostatic charges of particles suspended in water. അപ്പോൾ ആ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഒന്ന് ചേഞ്ച് ചെയ്യുക, തമ്മിൽ വേഗം ഇൻട്രാക്ട് ചെയ്ത് വലിയ പാർട്ടിക്കിൾസ് ആകാൻ വേണ്ടി ചാർജിലൊന്ന് ചേഞ്ച് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ചില വസ്തുക്കൾ, കെമിക്കൽ വസ്തുക്കൾ ആഡ് ചെയ്യും. അപ്പോൾ അത്തരം വസ്തുക്കളെ പറയുന്ന പേരാണ് കൊയാഗുലൻ്റ്. പ്രോസസ്സിനെ കൊയാഗുലേഷൻ എന്നും പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ്റെയും വ്യത്യാസം കാണാൻ പറ്റും. സെഡിമെൻറ്റേഷനിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ താഴെ നേരെ അടിയുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും തമ്മിൽ ഒട്ടി വരുന്നില്ല. പക്ഷേ കൊയാഗുലേഷനിൽ അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം തമ്മിൽ ഒട്ടിച്ചേർന്ന് ഒരു ബണ്ടിലായിട്ട് വേറെ മാറുകയാണ് ചെയ്യുന്നത്. സോ കൊയാഗുലേഷൻ സെഡിമെൻറ്റേഷൻ തമ്മിൽ പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അടുത്ത പ്രോസസ്സാണ് ഫിൽട്രേഷൻ.
ഫിൽട്രേഷൻ വഴി നമുക്ക് വെള്ളത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഒരു പരിധി വരെ നമുക്ക് കളയാൻ കഴിയും. അത് തന്നെ ആ ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോളിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ചെറിയ ഹോൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അനുസരിച്ചുള്ള പാർട്ടിക്കിൾസ് നമുക്ക് മാറ്റാൻ കഴിയും. എന്തായാലും ഫിൽട്രേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ പേപ്പറുകൾ യൂസ് ചെയ്യാറുണ്ട്, മെംബ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്, പല പല വസ്തുക്കൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ റെസിഡ്യൂ ആയിട്ട് നമുക്ക് ഫിൽട്ടർ പേപ്പറിൽ ധാരാളം പാർട്ടിക്കിൾസ് കിട്ടും. അത് റെസിഡ്യൂ ആണ്. താഴെ ക്ലിയർ വാട്ടറും നമുക്ക് ലഭിക്കും. ഇവിടെ നോക്കൂ, ഇത് ഫിൽട്ടർ പേപ്പറിൻ്റെ ഒരു മാതൃകയാണ്. ഫിൽട്ടർ പേപ്പറിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ചെറിയ ഹോളുകൾ കാണാൻ കഴിയും. ആ ഹോളുകൾ ചിലപ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് ആണ്, മോളിക്കുലാർ ലെവലോ അല്ലെങ്കിൽ വളരെ നാനോമീറ്റർ ലെവലോ ഒക്കെ ആയിരിക്കും. ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പല രീതിയിലുണ്ട്. ബാഗ് ഫിൽട്ടർ, ബാഗ് പോലെ ആയിരിക്കും. കാട്രിഡ്ജ് ഫിൽട്ടർ, ജസ്റ്റ് റിമൂവിങ് കാട്രിഡ്ജ് ഒരെണ്ണം മാറ്റൊന്നും വെക്കാനില്ല, കാട്രിഡ്ജ് ആയിരിക്കാം. സെൽഫ് ക്ലീനിങ് ഫിൽറ്റേഴ്സ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്, റിവേഴ്സ് ഓസ്മോസിസ് ഫിൽട്രേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് മൈക്രോ ഫിൽട്രേഷൻ. അപ്പോൾ ഇതിൽ റിവേഴ്സ് ഓസ്മോസിസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതുപോലെ അൾട്രാ ഫിൽട്രേഷനും മൈക്രോ ഫിൽട്രേഷനും എക്സാമിന് ചോദിക്കാവുന്ന സെപ്പറേറ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? വെള്ളം വളരെയധികം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ. എന്താ ഡിസിൻഫെക്ഷൻ? നമ്മൾ ധാരാളമായിട്ട് കെമിക്കൽ വസ്തുക്കൾ യൂസ് ചെയ്തുകൊണ്ട് അതിലെ മൈക്രോ ഓർഗാൻസ് കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സോ വാട്ടർ ഡിസിൻഫെക്ഷൻ മീൻസ് the removal of deactivation or killing of pathogenic microorganisms are destroyed or deactivated, resulting in termination of growth and reproduction. അങ്ങനെ മൈക്രോ ഓർഗാൻസിൻ്റെ ടെർമിനേഷൻ, റീപ്രൊഡക്ഷൻ എല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിന് ക്ലോറിൻ ഡയോക്സൈഡ്, ഹൈപ്പോക്ലോറൈറ്റ്, ഹാലജൻസ്, ബ്രോമിൻ വാട്ടർ, പല മീൻസ് ബ്രോമിൻ ക്ലോറൈഡ്, കുറേയധികം വസ്തുക്കൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ ഒരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഡീസാലിനേഷൻ. എന്താണ് ഡീസാലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീസാലിനേഷൻ വെള്ളത്തിലെ സലൈനിറ്റി മാറ്റുക. അതായത് കടൽ വെള്ളത്തിലേക്ക് ഉപ്പ് ധാരാളമുണ്ട്, ആ സലൈനിറ്റി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീസാലിനേഷൻ. അപ്പോൾ ഡീസാലിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ചിലപ്പോൾ 2 മാർക്കിന് പ്രത്യേകം ചോദിക്കുന്നതാണ്. സോ റിവേഴ്സ് ഓസ്മോസിസ് വഴി, ഇലക്ട്രോ ഡയാലിസിസ് വഴി, ഫോർവേഡ് ഓസ്മോസിസ് വഴി, മെംബ്രെയിൻ ഡിസ്റ്റിലേഷൻ വഴിയൊക്കെ നമുക്ക് ഡീസാലിനേഷൻ ചെയ്യാൻ കഴിയും. അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഇവിടെ നമ്മൾ വെള്ളത്തിലുള്ള കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മെറ്റൽസ് മാറ്റുവാനാണ് പ്രധാനമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു അയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉപയോഗിക്കാറുണ്ട്. ആ റെസിൻ്റെ പുറത്ത് ധാരാളം കെമിക്കൽ കോമ്പൗണ്ട്, എപ്പോഴും സൾഫോണിക് ആസിഡ്, ബെൻസീൻ സൾഫോണിക് ആസിഡ് ധാരാളം ഉണ്ടായിരിക്കും. ആ സൾഫോണിക് ആസിഡിലെ ഹൈഡ്രജൻ ഉള്ള സ്ഥാനത്ത് ഈ വെള്ളത്തിലുള്ള കാൽസ്യം വരികയും അത് ഈ സൾഫോണിക് ആസിഡ് കാൽസ്യമായിട്ടോ മഗ്നീഷ്യമായിട്ടോ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുകയും ആ സൾഫോണിക് ആസിഡിലെ ഹൈഡ്രജൻ വെള്ളത്തിലേക്ക് നീക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. കാൽസ്യം ഇങ്ങോട്ട് എടുക്കുന്നു, ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കുന്നു. സോ അങ്ങനെയുള്ള ഹാർഡ് വാട്ടറിനെയൊക്കെ നമുക്ക് സോഫ്റ്റാക്കി മാറ്റാൻ കഴിയും. കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയവ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ എക്സ്ചേഞ്ച് റെസിനുകൾ ഉപയോഗിക്കുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ഈ എക്സ്ചേഞ്ച് റെസിനുകളിൽ ധാരാളം കാൽസ്യം, മഗ്നീഷ്യം അടിഞ്ഞു കൂടി അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഡൈല്യൂട്ട് ആസിഡ് പാസ് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റിയെ വീണ്ടെടുക്കാൻ കഴിയും. അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സിന് അതിൻ്റേതായ ചില പ്രോപ്പർട്ടികളുണ്ട്. എല്ലാ റെസിൻസും ഉപയോഗിക്കാൻ പറ്റില്ല. ചില സെലക്റ്റീവ് റെസിൻസ് മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. So the resins are selective, meaning they may prefer one ion over another with relative affinity values of 15 or higher. The ion exchange reaction is reversible, meaning it can proceed in both ways. അപ്പോൾ നമുക്ക് കാൽസ്യത്തേക്ക് ഇങ്ങോട്ട് പറ്റിപ്പിടിപ്പിക്കാനും പറ്റും, തിരിച്ച് അതിന് കളയാനും പറ്റും. The reaction maintains electroneutrality. ഇലക്ട്രോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു നെഗറ്റീവിന് ഒരു പോസിറ്റീവ്, 2 നെഗറ്റീവിന് ഒരു കാൽസ്യം 2+ എന്ന ഐഡിയയിലേക്ക് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇഫ് യൂസർ ഈസ് വർക്കിംഗ് വിത്ത് റിലേറ്റീവ്ലി ലോ സാൾട്ട് കോൺസെൻട്രേഷൻസ് ദ എക്യുപ്മെൻറ്റ് ഈസ് ക്വൈറ്റ് അഡാപ്റ്റബിൾ. അപ്പോൾ ചെറിയ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. So resins now offer excellent treatment capabilities and have shown to be compact and cost effective. Chemically, resins are exceedingly stable, long lasting ആണ്, സിമ്പിൾ ടു റീജനറേറ്റ്. ആസിഡ് കടത്തിയിടുമ്പോൾ തന്നെ നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമൈസേഷൻ ആൻഡ് അഡാപ്ഷൻ
ക്വൈറ്റ് യുണീക്ക് സെറ്റിംഗ് ഓർ ബോത്ത് ക്വൈറ്റ് സിമ്പിൾ. അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. ഒരു വീട്ടിൽ സെറ്റ് ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലും വളരെ സിമ്പിളാണ്. എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് UASB റിയാക്ടർ. എന്താണ് UASB റിയാക്ടർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഫുൾ ഫോം അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് എന്നാണ്. അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ്. ഇവിടെ അനേറോബിക് ആയിട്ടുള്ളൊരു ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഈ അനേറോബിക് ഓക്സിഡേഷൻ വഴി ധാരാളം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മീഥേൻ പോലുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അനേറോബിക് മൈക്രോ ഓർഗാനിസം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. So it is also known as UASB reactor. It is a form of an anaerobic digester that is used in the wastewater treatment process. It is a methane producing digester. ഇതൊരു മീഥേൻ പ്രൊഡ്യൂസിങ് ഡൈജസ്റ്ററാണ്. അവിടെ അനേറോബിക് ബാക്ടീരിയകൾ മീഥേനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മീഥേൻ. ഓക്സിജൻ്റെ ആവശ്യമോ എയറിൻ്റെ ആവശ്യമോ ഇതിനില്ല. പ്രത്യേകിച്ചും ഓർഗാനിക് കോമ്പൗണ്ടുകളെല്ലാം തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെയുള്ള ഗ്യാസുകൾ ഉണ്ടാവുകയാണ് ഇവിടെ പ്രധാനമായും ചെയ്യുന്നത്. UASB റിയാക്ടറിൻ്റെ അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നോക്കൂ. ഇവിടെ ഒന്നാമത്തെ വേസ്റ്റ് വാട്ടർ എൻ്റർ ചെയ്യുന്ന സ്റ്റെപ്പാണ്. ആ ടാങ്കിലേക്ക് വേസ്റ്റ് വാട്ടർ എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ വാട്ടർ പാസസ് ത്രൂ ആൻ എനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ്. ഒരു സ്ലഡ്ജ് ബ്ലാങ്കറ്റിലൂടെ അതിനെ പാസ് ചെയ്യിക്കുന്നു. മൂന്നാമത് മൈക്രോബ്സ് കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ വേസ്റ്റ് വാട്ടർ സബ്സ്റ്റൻസസ്. മൈക്രോ ഓർഗാനിസംസ് ഈ വേസ്റ്റ് വാട്ടറിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. 4 ഓർഗാനിക് മാറ്റർ ഇസ് ബ്രോക്കൺ ഡൗൺ ബൈ അനേറോബിക് ഡൈജഷൻ. ബാക്ടീരിയകളുടെ ഡൈജഷൻ വഴി ബാക്ടീരിയകൾ തിന്നുക എന്ന് പറയുക, ഈറ്റ് ചെയ്യുന്ന വഴി ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെല്ലാം തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. സ്റ്റെപ്പ് 5 ബയോഗ്യാസ് സച്ച് as മീഥേൻ ഈസ് കളക്റ്റഡ് ആൻഡ് റിമൂവ്ഡ് അറ്റ് ദ ടോപ്പ് റിസൾട്ട് ഓഫ് ബ്രേക്ക് ഡൗൺ പ്രോസസ്. ബ്രേക്ക് ഡൗണിന് ശേഷം ഇങ്ങനെയുള്ള ഗ്യാസുകൾ ഈ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിലെ ഏരിയയിൽ ശേഖരിക്കപ്പെടുന്നു. ആൻഡ് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഈസ് ആൾസോ ബീങ് റിമൂവ്ഡ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ മുകളിലൂടെ തന്നെ ട്രീറ്റ് ചെയ്ത നല്ല വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. ഈ UASB റിയാക്ടറിന് വളരെയധികം അഡ്വാൻറ്റേജും ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിന് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇത് നമുക്ക് ധാരാളം വെള്ളം ബാക്ടീരിയയുടെ പ്രസൻസിൽ നമുക്ക് ഇങ്ങനെ നന്നാക്കി എടുക്കാൻ, ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇതിനൊക്കെ എപ്പോഴും മാൻ പവർ ആവശ്യമാണ്. രൂക്ഷഗന്ധം ഉണ്ടാവും. സൾഫർ കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പ്രശ്നമുള്ള കോമ്പൗണ്ടുകൾ. മാത്രമല്ല അവിടെ കൊറോഷൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അടുത്തൊന്നും ആളുകൾ നിൽക്കാൻ കഴിയില്ല. അത്രയും നല്ല മീൻസ് ഗന്ധം ഭയങ്കരമായിരിക്കും. പിന്നെ ഒരുപാട് കാലം അത് വേണ്ടി വരും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് റിയാക്ടർ മെയിൻ്റനൻസ് വളരെയധികം വേണ്ടി വരും. പിന്നെ ടെമ്പറേച്ചർ ഒരു അത്യാവശ്യ ഘടകമായി. ഒരുപാട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ബാക്ടീരിയയൊക്കെ ചത്തുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനൊരു പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ ടെമ്പറേച്ചർ വളരെ അത്യാവശ്യം. UASB റിയാക്ടറിന് ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ബ്രിവറീസ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രി. ബ്രൂവറികൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ബ്രൂവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീവറേജുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ. ട്രീറ്റ്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി എഫ്ലുവൻസ്. ഡിസ്റ്റിലേഷൻ ആൻഡ് ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി, പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രി. ഈ ഭാഗങ്ങളൊക്കെ തന്നെ UASB റിയാക്ടർ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യാൻ മറ്റൊരു പ്രധാന മാർഗം ഡീപ്പ് വെൽ ഇഞ്ചക്ഷനാണ്. നമുക്കറിയാം, ഭൂമിയുടെ ഈ മുകളിലെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ, എർത്ത് ക്രസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളോട്ട് പോകുമ്പോൾ നമുക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം നമ്മളിവിടെ മുകളിൽ നിന്ന് എർത്ത് സർഫസിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, വലിയ കിണർ താഴത്തേക്ക് കുഴിക്കും. ഒരുപാട് പൈപ്പ് വെച്ചിട്ട് ഒരുപാട് ആഴത്തിൽ. അത് നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ആ ബോർവെൽ എന്ന് പറയുന്ന ആ വെള്ളത്തിൻ്റെയും ലെവൽ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് കുഴിക്കും. അങ്ങനെ അവിടെ നമുക്ക് ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് നമ്മുടെ ഈ മുകളിൽ നിന്ന് ഉള്ള വേസ്റ്റ് വാട്ടർ എല്ലാം തന്നെ നമുക്ക് ആ ഭൂമിയുടെ ഏറ്റവും അടിയിൽ, ഡ്രിങ്കിങ് വാട്ടറിൻ്റെയും ധാരാളം അടിയിൽ ചില ഏരിയകളിൽ നമുക്ക് പിന്നെ സംഭരിക്കാൻ കഴിയും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഭൂമിയുടെ സർഫസിൽ ഈ വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് നമ്മളെ അക്വാട്ടിക് ലൈഫ് മാത്രമല്ല നമ്മുടെയൊക്കെ ലൈഫൊക്കെ
ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേസ്റ്റ് വെള്ളത്തെ നമ്മൾ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് ഒഴുക്കി കളയാൻ വേണ്ടിയാണ് ഡീപ്പ് വെൽ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അതിൻ്റെ ഒരു നല്ല പിക്ചറൈസേഷൻ. സോ ഡ്രിങ്കിങ് വാട്ടർ റിസോഴ്സ് എല്ലാം കഴിഞ്ഞ് അതിനൊക്കെ താഴെ വേസ്റ്റ് വാട്ടറിൻ്റെ ഒരു പ്രത്യേക ഏരിയ ഇവിടെയുണ്ട്. ആ ഏരിയയിലേക്കാണ് നമ്മൾ ഈ വെള്ളം ഒഴുക്കി കളയുന്നത്. അത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിനെ ബാധിക്കുന്നേ ഇല്ല. അതിന് മലിനമാകാനോ ഒന്നും സംഭവിക്കില്ല.